വ്യാപകമായ വലിയ വിപത്ത് ബദറിൽ വന്നില്ലേ? എന്താ ബദരീങ്ങളെ നേതാവ് പ്രവാചകൻ ചെയ്തത്? രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അൻജിസ് ലനാ മാ വഅദ്തനാ, റബ്ബേ നിന്റെ കരാറ് പാലിക്കണേ, സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ സഹായിക്കണേ. പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അവസാനം പറയാണ് അല്ലാഹുമ്മ ഇംതുഹ്ലിക ഹാദിഹിൽ ഉസാബത സഗീറ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. നാളെ റബ്ബേ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഈ ചെറിയ സംഘം. അവരെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാകൂല റബ്ബേ, സഹായിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് മേൽപോട്ട് ഉയർത്തിയപ്പോ തോളിലുള്ള മുണ്ടങ്ങോട്ട് താഴ്ത്തിയാടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്ന് കെട്ടിപ്പിടിച്ച് പിന്നുന്നു. ആ മുണ്ടെടുത്ത് തോളിലിട്ട് കൊടുത്ത് പറയാ, നബിയെ മതി നിങ്ങൾ പറഞ്ഞത്, അല്ലാഹ് നിങ്ങളെ സഹായിക്കും. നോക്കി നിങ്ങൾ ബദരീങ്ങളുടെ നേതാവ്, ആ ബദരീങ്ങളുടെ നേതാവ് ഇരുന്ന് പ്രാർത്ഥിക്കുക. ബദറിന്റെ തലേ ദിവസം, ബദറിന്റെ അന്നും പ്രാർത്ഥിച്ചു. യുദ്ധം നടക്കുക, ഇടയ്ക്ക് നബിക്കുണ്ടാക്കിയ കൂട്ടിലേക്ക് കയറും, അരീഷിലേക്ക് കയറും, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ സ്വഹാബികൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും. പിന്നെ പ്രാർത്ഥിക്കും, വീണ്ടും യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് നബി വരും. അങ്ങനെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചും റബ്ബിനോട് പ്രാർത്ഥിച്ചും കഠിനാധ്വാനം ചെയ്തും ഉണ്ടായ വിജയമാണ് ബദറിന്റെ യുദ്ധം. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കേരളത്തിന്റെ ഇക്കര മുതൽ അക്കര വരെ ബിരിയാണി ചെമ്പ് വിളമ്പുക സുന്നത്യമായത്തിന്റെ നേതാക്കന്മാര്. അതിന്റെ മുമ്പോ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ സഹോദരങ്ങളെ. കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? റമദാൻ മാസത്തിലെങ്കിലും ആ ബദർ മൗലിദിൽ എന്താ പറയുന്നത്? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുല്ലാദിയം മുസ്തൻജിദാ യഹ്ല ബദരി ശുഹദാ യമൻ ബിഹി കർബുൻ വഗം. നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുണ്ടോ, എന്ത് പരീക്ഷണമുണ്ടോ, കൈപ്പേറിയ പരീക്ഷണങ്ങൾ അതൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോ? ബദരീങ്ങളെ വിളിച്ച് ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞോന്നാ. ആ ബദരീങ്ങളുള്ള സഹായതേട്ടമാണ് ഈ റമദാനിൽ പോലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്തിനാ പിന്നെ ബദരീങ്ങളായത്? നമുക്ക് ചോറിനാനോ, നമുക്ക് ബിരിയാണി വെക്കാനോ, നമുക്ക് മൗലൂദോതി കായ് വാങ്ങാനോ? ബദറിന്റെ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ നമ്മൾ? ഷഹീദായ സ്വഹാബിമാര് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കഴുത്തിലേക്ക് അമ്പ് വന്ന് പതിച്ച് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയ ബദരീങ്ങള്, ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. എന്നിട്ട് നമ്മൾ ഇവിടെ അവരെ മഹത്വം പറയാണ്, അവരെ പുകഴ്ത്തി പറയാണ്, മദ്ഹ് പറയാണെന്ന പേരും പറഞ്ഞിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ വരികൾ പാടിക്കൊണ്ടിരിക്കുക. ഇതാ നിനക്ക് ഇത് വെറുതെ പറഞ്ഞ കാര്യമല്ല. എടുത്തോളൂ നിങ്ങൾ ബദർ മൗലിദ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതിൽ പരിശോധിക്കും. യമൻ ബിഹി മുറുൽ ബലാ വളഖ ഖൽബൻ വജിലാ ഖുൽ മുസ്രിഅം മുഹർവിലാ യഹ്ല ബദരി ശുഹദാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് അടങ്ങേറ് വന്നാലും നീ പറഞ്ഞോ, ബദർ ശുഹദാക്കളെ സഹായിക്കണേ. ഇത് ഇസ്ലാം ദീനല്ല, ഇത് സുന്നത്തിയമാത്തല്ല, ഇത് നബിമാര് പഠിപ്പിച്ച തൗഹീദല്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്താ അറിയോ? നിനക്ക് പ്രയാസം ഉണ്ടോ, നീ പറഞ്ഞോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബൻ വഗലബത്തി ദൈൻ വഖഹിരി റിജാൽ. ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് പഠിക്കും നമ്മൾ. അതാരും പഠിപ്പിച്ചു തരൂല്ല. സകല ബിദ്അത്തും പഠിപ്പിക്കും, സകല ബിദ്അത്തും ആൾക്കാർക്ക് അറിയാം. ഇന്നലെ വ്യാഴാഴ്ചയാണ്, സുന്നത്ത് നോമ്പുണ്ട്, വലിയ മഹത്വമുള്ള നോമ്പാ, ആർക്കും ഒരു പ്രത്യേകതയില്ല. എന്നാ മേറാജ് എന്ന ബിദ്അത്ത് നോമ്പ് വന്നപ്പോഴോ എല്ലാവരും ചാടി ഇറങ്ങി പുറപ്പെട്ടു. വ്യാഴാഴ്ചക്ക് മുമ്പും തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലേ? ആരെങ്കിലും നോറ്റോ? അടുത്ത തിങ്കളാഴ്ച നോമ്പില്ലേ? അടുത്ത വ്യാഴാഴ്ച നോമ്പില്ലേ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രോത്സാഹനം ഉണ്ടോ? ഇല്ല. ബിദ്അത്ത് വരുമ്പോഴോ ബറാത്ത് വന്നാലും മേറാജ് വന്നാലും ഇങ്ങനെയുള്ള എന്തെല്ലാം ബിദ്അത്തിന് നോമ്പുണ്ടോ അത് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുകളാ. അതിന് പേര് പറയാൻ, അതിന് പോരിശ പറയാൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? തൗഹീദ് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ബിദ്അത്തുകളിലേക്കും ചാടി പോകുന്നത്. മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഔലിയാക്കന്മാരെ സ്വീകരിച്ചാലും 8 കാലി വലണ്ടാക്കിയതുപോലെ ഒരു കാര്യമില്ല. അപ്പോ ഇനി ഖുതുബിയത്തിന് നിങ്ങൾ എത്ര ആടിനെ കൊടുത്താലും മനസ്സിലായിക്കോളി, കാര്യമില്ല എന്നല്ല പറയണത്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാലും കാര്യമില്ല എന്നല്ല പറയണത്. കാരണം അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ 8 കാലി വലയുണ്ടാക്കിയതുപോലെയാണ്. മാത്രമല്ല അള്ളാഹ് ഇതുകൂടി പറഞ്ഞു. സൂറത്ത് യൂനുസ് 106, 107 ആയത്തുകൾ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നീ ദുആ ചെയ്യരുത്. മാലാ യൻഫഉക വലാ യദുറുക, ഉപകാരം ചെയ്യാൻ സാധ്യമല്ലാത്തവയെ, ഉപദ്രവം ചെയ്യാനും സാധ്യമല്ലാത്തവയെ. ഫൈൻ ഫഅൽത, ഇനി നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഫഇന്ന കൈദം മിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. എന്തേ കാരണം എന്നറിയോ? വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു,
നിനക്കൊരു ദുരിതം അല്ല തരാൻ ഉദ്ദേശിച്ചാൽ അത് നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് റബ്ബിനോടാണ് ആ ദുരിതം നീങ്ങാൻ പറയേണ്ടത്. അല്ല ഖൈർ ഉദ്ദേശിച്ചാല് ആ ഫളിനെ തടയാനും ആർക്കും കഴിയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹ് തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫളിൽ കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ കൊടുക്കും. കാരണം എന്താ? അവൻ ഗഫൂറാണ്, റഹീമാണ്. എല്ലാം റബ്ബിന്റെ യുക്തിയുടെ ഭാഗമാണ്. വേറെ ആർക്കും ഒന്നിനും കഴിയില്ല. അപ്പൊ ഒന്നിനും കഴിയില്ല, ഉത്തരം ചെയ്യൂല, അവർ ദുർബലരാണ് എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോഴും നമ്മൾ എന്താ പറയല്? നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കും, അതുകൊണ്ട് വിളിച്ചോളൂ, വല്ല നിലത്തുനിന്നും വിളിച്ചോളൂ. വായി കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. 1000 തവണ വിളിച്ചോളൂ, വേഗത്തിൽ ഉത്തരം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് കേൾക്കുന്ന സഹോദരന്മാരെങ്കിലും ആലോചിച്ചോളൂ, പരലോകം സത്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതകളല്ല.